നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പോക്ക് കഴിഞ്ഞ ഒന്നൊന്നര വർഷത്തിന് മുമ്പ് 2 വർഷത്തിന് മുമ്പ് നമ്മുടെ പിതാവ് പറഞ്ഞ ആ വാക്കുകൾ ഒരു മുന്നറിയിപ്പ്, ഒരു പ്രവാചക ശബ്ദം തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും പിതാവിനെ എതിർത്തവർ പോലും ഒരു സംശയമില്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ യുവത്വത്തിന് എവിടെയാണ് വെച്ചാൽ പിഴയ്ക്കുന്നത്? ആരാണിത് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കുടുംബങ്ങളൊക്കെ വലിയ ജാഗരൂകതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താണ് അച്ഛന് പറയാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച്? ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം തീർത്തും ഒരു ഭീതിജനകമാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളെ, അവരുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവരുടെ ശൈലിയൊക്കെ നമ്മൾ ഒത്തിരിയേറെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ കുറ്റപ്പെടുത്തുന്നതിനപ്പുറത്ത് അവരെ ചേർത്ത് പിടിച്ച് അവര് കടന്നു പോകുന്ന ഈ വലിയ പ്രതിസന്ധിയെ, ഈ വിപത്തിനെ, അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ സമഗ്രമായി അവരെയും കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് മാതാപിതാക്കള്, അധ്യാപകര്, രാഷ്ട്രീയ പാർട്ടികള് തുടങ്ങി സമൂഹത്തിന്റെ ഏത് തുറകളിലുള്ളവരും നാളെ തകർന്നു പോയേക്കാവുന്ന നമ്മുടെ ഭാവി തലമുറയെ ചേർത്ത് പിടിക്കാൻ ബാധ്യസ്ഥരാണ്. തീർച്ചയായും ഒരു ഇത്തിരി സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ യുവത്വത്തിന്റെ അവരുടെ വളർച്ചയുടെ പടവുകളിൽ ഒരു പക്ഷേ ഒരു അവര് കടന്നു പോകുന്ന സ്ട്രെസ്സേഴ്സിനെ അതിജീവിക്കാൻ വേണ്ടി, അതുമല്ലെങ്കിൽ ഒരു പിയർ പ്രഷറിന്റെ വെളിച്ചത്തിലൊക്കെ ആയിരിക്കാം ഈ കുഞ്ഞുങ്ങള് ഇതിലേക്ക് വന്നു ചാടുന്നത്. എന്നാൽ ഈ യൂത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെ, നമ്മുടെ കുട്ടികളെ, കൗമാരക്കാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ റാക്കറ്റ് തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതും ഇവരെ പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നവരുടെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും സമൂഹം, നമ്മുടെ അധ്യാപകര്, നമ്മുടെ നേതാക്കന്മാര്, നമ്മുടെ കുടുംബാംഗങ്ങള് ഉണർന്നു പ്രവർത്തിക്കേണ്ട ഏറ്റവും വലിയ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഫാദർ, ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങൊരു ഡി അഡിക്ഷൻ സെന്ററിന്റെ ഡയറക്ടർ ആണല്ലോ. ഏറ്റവും കൂടുതൽ കൗമാരക്കാർ ഇങ്ങനെ അവിടേക്ക് വന്നെത്തുമ്പോൾ, കൗമാരകളിൽ ഇങ്ങനെ പിടിമുറുക്കുമ്പോൾ, തിരിച്ചറിവില്ലാത്തൊരു പ്രായത്തിൽ പറ്റിപ്പോകുന്ന ഒരു അബദ്ധമായി അവരിങ്ങനെ പറയുമ്പോൾ, നമ്മുടെ തലമുറ, വളർന്നു വരുന്ന ഒരു തലമുറ ഏതവസ്ഥയിലാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു സന്ദർഭം കൂടിയല്ലേ ഇപ്പോൾ? മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ ഒരു വാത്സല്യവും സ്നേഹവും ഒന്നും ലഭിക്കാതെ വരുന്നത് കൊണ്ടാണോ അവരിങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകുന്നത്? തീർച്ചയായും അതിന് പല കാരണങ്ങളുണ്ട്. മാതാപിതാക്കളെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവരും അവരുടെ ജീവിതത്തിൻ്റെതായ നെട്ടോട്ടത്തിലാണ്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഈ നെട്ടോട്ടത്തിനിടയിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട മൂല്യങ്ങള്, കുഞ്ഞുങ്ങളുടെ മുഖം മാറുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന പ്രത്യേകതകള്, അവരുടെ ശരീരത്തിൽ വരുന്ന പ്രത്യേകതകൾ ഒരു പക്ഷെ തിരിച്ചറിയാൻ പോലും മാതാപിതാക്കൾക്ക് സാധിക്കാതെ വരുമ്പോൾ കുഞ്ഞുങ്ങള് ഇങ്ങനെ മയക്കുമരുന്ന് തുടങ്ങിയ വലിയ വിപത്തുകളുടെ ആഴത്തിലേക്ക് പോയിട്ടുണ്ടാകും. മാതാപിതാക്കളെ കുറ്റം പറയുന്നതിനപ്പുറത്ത് നമുക്ക് ഇന്നു മുതൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മാതാപിതാക്കളെയോ കുഞ്ഞുങ്ങളെയോ കുറ്റം പറയുന്നതിന് അപ്പുറത്ത് നമുക്ക് വേണ്ടത് ഈ വിപത്തിനെ ഒന്നിച്ചു ചേർന്ന് അതിനെ അതിജീവിക്കാൻ കരുത്ത് പകരുക. എംപവർ അവർ അഡോളസൻസ്, അവർ യൂത്ത്. അതാണ് നമ്മുടെ ഇതിലെ ഏറ്റവും ശക്തമായിട്ട് നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ മാർഗം. ഒരുപക്ഷെ അവരുടെ വ്യക്തിപരമായ കാരണങ്ങള്, അതല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിലുള്ള കാരണങ്ങള്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ പ്രഷറ്, ഒരുപക്ഷെ ചിറക് പോലെ അവരെ പിന്തുടരുന്ന ചില മാഫിയകളുടെ പ്രത്യേകതകൾ, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു നല്ല തിരിച്ചറിവ്, ഈ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ സ്വയം അതിൽ നിന്ന് പോരാനുള്ള അവരുടെ ആഗ്രഹം വരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സോഴ്സസും നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്, കുറ്റം പറയുന്നതിനപ്പുറത്ത്. അച്ഛാ, ഈ പഴയ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ ഈ മദ്യത്തിനൊക്കെ അടിമയായാലും നമുക്ക് ഏകദേശം ഒരു പരിധിവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളായാലും ഈ കൗമാരക്കാരായാലും ഏതൊരു വ്യക്തിയായാലും എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന സമയത്താണ് മിക്കവരും അവരെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെ നമുക്ക് ഇവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ സാധിക്കുന്നത് എങ്ങനെയാണ്? നമുക്കത് കുറ്റകൃത്യം ഇതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്നതാണ്. ഈ മയക്കുമരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ 1-2 മണിക്കൂർ അല്ലെങ്കിൽ ഒരല്പം പോലും മണിക്കൂറുകൾ ഉറങ്ങാതെ തന്നെ
അവര് ഉറക്കമില്ലാത്ത രാത്രികൾ അവർക്കുണ്ടാകും. ഒരു അപ്പൻ അല്ലെങ്കിൽ അമ്മ ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങാതെ അവർ എക്സൈറ്റഡ് ആയിട്ട് അതല്ലെങ്കിൽ അവർ TV കണ്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ട് അതല്ലെങ്കിൽ പറയുന്നത് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാതെ പോകുന്ന ഒരു ശൈലി, അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് നേരം വെളുത്ത് ഒത്തിരി കഴിഞ്ഞിട്ടും പായിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ വിധത്തിലുള്ള ക്ഷീണങ്ങള്, ഇതൊക്കെ ഇവരുടെ ആദ്യ സമയത്തുള്ള ഇവരുടെ ലക്ഷണങ്ങളാണ്. അപ്പൊ മാതാപിതാക്കള് ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ എപ്പോൾ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ എപ്പോ ഉറങ്ങാൻ പോകുന്നു, അതിന് സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, അനിയന്ത്രിതമായ ദേഷ്യം വരുന്നുണ്ടോ, അനിയന്ത്രിതമായ എനർജി വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നത്, അത് ഒബ്സർവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരിലുള്ള മാറ്റങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഇവരുള്ള ചേഞ്ചസ് നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരൊറ്റ ഡോസിൽ പോയിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതൊരു കുഞ്ഞും പോയിട്ട് അമ്മയുടെ തല വെട്ടിപ്പൊളിക്കുകയോ അതല്ലെങ്കിൽ കൂട്ടുകാരനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയോ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഇല്ല.